ചറ്റം മറന്നു തകിടത്തക തകിടത്തക അതുപോലെ ഇന്നും മറന്നു. ഉള്ളത് കൊണ്ടൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ദൈവമേ, ഈ പഞ്ചായത്തിലെ മുഴുവൻ ചെറുപ്പക്കാർക്കും ബൈക്ക് വാങ്ങാനുള്ള ഭാഗ്യം കൊടുക്കണേ. അത് മേടിച്ചെൻ്റെ പിറ്റേന്ന് തന്നെ മൊത്തം അങ്ങ് കംപ്ലൈൻ്റ് ആവണേ. അങ്ങനെ എൻ്റെ വർക്ക്ഷോപ്പിൽ നിറച്ച് പണി വന്ന് കയറണേ. അയ്യോ, പണി വന്ന് കയറിയിട്ട് എന്തൊരു കാര്യം? ഒരു സഹായിയുണ്ട്. അവനാണെങ്കിൽ 3 മാസം മുമ്പ് കല്യാണം കഴിച്ച ശേഷം വല്ലപ്പോഴും ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് എന്റെ പണി തീർന്നാ മേശിരി? അയ്യോ, നിന്റെ പണി തീരാനുള്ള സമയം ആയില്ലടാ. എടാ, ഇത്രയും പ്രായമായ ഞാനിവിടെ തുടുത്ത ആപ്പിൾ പോലെ നിൽക്കുന്നാണ്ടില്ലേ? എന്തോന്ന് ആപ്പിൾ തുടുത്തിരിക്കുന്നത്? ആപ്പിളല്ല, മുന്തിരി കൊണ്ട് കാണാൻ എനക്ക്. എന്റെ ഈ ബൈക്കിന്റെ പണി തീർന്നു. നിന്റെ ബൈക്കിന്റെ പണി തീരാൻ കുറച്ച് സമയം എടുക്കും. നമുക്കിന്ന് പെണ്ണ് കാണാൻ പോണ്ടേ? അയ്യോ, പറയും പോലെ ഞാൻ അതൊക്കെ മറന്നടേ. നിനക്കിന്ന് അച്ചപ്പം തീറ്റിയുള്ള ദിവസമാണല്ലേ? അച്ചപ്പം തീറ്റിയാ? അല്ല ശരി, എനിക്ക് ഭയങ്കര ചമ്മലാണ് കേട്ടോ. ഈ ചമ്മലും വെച്ചോണ്ടാണ് നീ പെണ്ണ് കാണാൻ പോണത്? അതല്ലെന്ന്, നമ്മളൊരു പെണ്ണ് വീട്ടിൽ എങ്ങനെ മേശിരി കൈ വീശി കയറി പോണത്? വേണ്ട, നീ 2 കൈയെടുത്ത് പാന്റിന്റെ പോക്കറ്റ് ഇട്ടേ ഇങ്ങനെ നടന്ന് അങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾ ഒരു വീട്ടിൽ എങ്ങനെ വെറും കൈയോടെ കയറി പോണത്? വെറും കൈയോടെ പോണ്ട. പെണ്ണ് വീട്ടിൽ ചെല്ലുമ്പം അവിടെ മുറ്റത്ത് പൂച്ചട്ടി കാണും. 2 എടുത്ത് കയ്യിൽ വെച്ചോണ്ടാക്കി ചെന്നാ മതി. ഞാൻ വീട്ടുകാർക്ക് പറയാം, ഞാൻ പയ്യനെ ഒരുക്കിക്കൊണ്ട് വന്നതാണെന്ന്. നിനക്ക് വല്ല ജോലി ഉണ്ടെങ്കിൽ പറയണ്ടേ? ഇനി മേശിരിക്ക് അന്തസ്സായിട്ട് പറയാല്ലോ. ചെറുക്കൻ മണിച്ചേന്റെ ബിസിനസ് ആണെന്ന്. അതിനവ സമ്മതിക്കോ? ആര്? മണിച്ചീര ഭർത്താവ്. മണിച്ചീര ഭർത്താവാ? അതല്ല, മണി ചെയിൻ ബിസിനസ്. ഓ, അങ്ങനെ. എന്തുവാടാ ഈ മണി ചെയിൻ ബിസിനസ്? മനസ്സിലായില്ലേ? മേശരിക്ക് പറഞ്ഞു മനസ്സിലാക്കി. അതായത് ഈ നിമിഷം മുതൽ ഞാനും മേശരിയും ഒരുമിക്കുന്നു. പോടാ പോടാ പോടാ. 56 വയസ്സായെങ്കില് അന്തസ്സായിട്ട് ബൈക്ക് പണിഞ്ഞാ ഞാൻ ജീവിക്കുന്നത്. മേശരി, ഞാൻ ബിസിനസിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് മേശരി ഒരു 2000 രൂപ തന്ന് ഇപ്പോൾ എന്റെ ടീമിൽ അംഗമാകുന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഇനി മുതൽ മേശരിയുടെ താഴെ ഒന്നുമില്ല. നിന്റെ അടുത്ത് ആര് പറഞ്ഞു? അതല്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം മേശരി. ഒരു 15 - 20 മിനിറ്റ് കഴിയുമ്പോ മേശരിയുടെ താഴെ 3 - 4 പേർ വന്നു ചേരും. ഇന്നാ? അയ്യോ, പറ്റത്തില്ല. നാളെ മതി. നാളെ? മറന്നു. പാട്ടുംപാടി കൂത്തും കൂടി നട അങ്ങോട്ട്. വേറെ ഒരു ജോലിയില്ല എന്റെ. അത് കളമേശരി. അല്ലെങ്കിൽ പൈസ കൊടുത്ത് മേടിച്ച കളയാനാ? അയ്യോ, എന്തോന്ന് കാണിക്കണം നിങ്ങള്? ഞാനേ ഈ വരുന്ന ഓണത്തിന് ഒരു ഫ്ലോട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക. ആരോഗ്യത്തിന് അതല്ല, നിങ്ങൾ എന്തോന്ന് കാണിക്കണെന്നത്? ഈ പ്ലാസ്റ്റിക്കിലെ സാധനങ്ങൾ നമ്മൾ കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇത് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുന്നു. അയ്യോ, നിങ്ങൾ കുടിച്ചല്ല? ഗ്ലാസ് എപ്പോഴും കാര്യമായിരിക്കണം. നമുക്ക് ദാഹം വരുമ്പോഴേ വെള്ളം കുടിക്കണ്ടേ? അതാണ് അത് ഞാൻ കുടിച്ചത്. മണം അടിക്കൂലേ മേശരി? ആദ്യം എനിക്കടിക്കാൻ തികയിട്ട്, എന്നിട്ട് മണത്തിനടിക്കാം. ഈ കല്യാണം കഴിഞ്ഞ കുടുംബജീവിതത്തെ കുറിച്ചൊക്കെ വല്ല അറിയാവോ? അത് യഥാവിധി കാര്യങ്ങളല്ല, ഞാൻ കാണാതെ പഠിച്ച് വെച്ചിട്ടുണ്ട്. തന്നെ? എനിക്ക് ഒരു ചോദ്യം. ആദ്യ രാത്രി എന്തായിരിക്കും? തേങ്ങാ ചുരുവും പോലെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അതല്ല പിന്നെ, ആദ്യ രാത്രി ഞാൻ അവിടെ ഇരിക്കുമ്പോ അവൾ ഒരു ഗ്ലാസ് പാലുമായി എന്റെ അടുത്ത് വരുന്നു. ഈ പാൽ എന്റെ കൈ തരുന്നു. ഈ പാല് മേടിച്ച് ആ മേശപ്പുറത്തോട്ട് വെക്കുന്നു. അവളെ പിടിച്ച് കട്ടിന്റെ അടുത്തോട്ട് ഇരുത്തുന്നു. വീണ്ടും അവൾ ആ പാലെടുത്ത് എന്റെ കൈ തരുന്നു. ഈ പാല് വാങ്ങിച്ച് ഞാൻ മേശപ്പുറത്തോട്ട് വെക്കുന്നു. അവളെ പിടിച്ച് ഇങ്ങോട്ട് ചേർത്ത് വെക്കുന്നു. വീണ്ടും അവൾ ആ പാലെടുത്ത് എന്റെ കൈ തരുന്നു. ഈ പാലെടുത്ത് ഞാൻ മേശപ്പുറത്ത്. നിനക്കിപ്പോ ഒരു പെണ്ണല്ല ആവശ്യം. പിന്നെ പാൽ സൊസൈറ്റിയിൽ ജോലിയാണ്. പാലെടുത്ത് വെക്കുന്ന ജോലി. മണ്ടത്തരങ്ങൾ വിളിച്ച് പറയലേ. ഇങ്ങോട്ട് വരണ്ട. എനിക്ക് വലിയ പണി കിട്ടി. നിനക്ക് പണി കിട്ടിയാ? അപ്പൊ നീ ബുള്ളറ്റ് മണിയണ്ണനെയും ഈ വർക്ക്ഷോപ്പ് ഉപേക്ഷിച്ച് പോവാണല്ലോടാ. എന്തോന്ന് മേശരി പറയുന്നത്? നിനക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞു. എനിക്ക് വലിയൊരു പണി കിട്ടിയെന്ന്. എന്താണ്? എന്റെ ഭാര്യ പ്രഗ്നന്റ് ആയി. അയ്യോ, കല്യാണം കഴിഞ്ഞ് 3 മാസം പോലും ആയില്ല. അവന്റെ ഭാര്യക്ക് മാരക രോഗം. മേശരി, ഞാനൊരു കൊച്ചിന്റെ അച്ഛനായെന്ന്. എന്നിട്ട് എവിടെ വേണ്ട മക്കളെ വാവേ കുത്ത് ബുള്ളറ്റ് മണിയമ്മാമനെ മനസ്സിലായ? ഇതിന്റെ എവിടെ ഞാൻ അരഞ്ഞാണം കെട്ടുവാടാ? ഇതാണ് കൊച്ച്. പിന്നെ നീ ഇതെടുത്ത് എന്റെ തന്നെ? ഇതാണ് കുഞ്ഞുണ്ടാവുന്നുള്ള തെളിവ്. എവിടെ? ഒറ്റ പ്രസവത്തിൽ 111 കുഞ്ഞുങ്ങൾ. 2 വരെ വന്നാലേ ഒരു കുഞ്ഞുണ്ടാവും. അപ്പൊ ഇതിന് നിനക്ക് ഒരാളുടെ സഹായം വേണമല്ലേ? ആര് പറഞ്ഞു? നീയല്ലേ ഇപ്പൊ പറഞ്ഞത് 2 പേര് വന്നാലേ കൊച്ചുങ്ങളുണ്ടാവും. 2 പേര് വന്നാലെന്നല്ല, ഇതിനകത്ത് 2 വരെ തെളിഞ്ഞു വന്നാലേ ഒരു കുഞ്ഞുണ്ടാവും. അപ്പൊ ഈ 3ാമത്തെ വരെ അത് സംശയം തോന്നിയാ? സംശയമുണ്ട്. എനിക്കും മേശരി കേൾക്കണം. ഞാൻ എന്തൊക്കെ സ്നേഹം അവിടുത്തെ കാണിച്ചെന്നറിയാം. മേശരിക്ക് അറിയാമോ? മേശരിക്ക് ഒട്ടും അറിയില്ല. ആദ്യ രാത്രി ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തെന്നറിയോ? ഒരാശാനോട് ഇതൊക്കെ പറയാമോ എന്ന് എനിക്കറിയില്ല. എന്നാലും 56 വയസ്സായില്ലേ?
കേൾക്കുമ്പോ ചെറിയൊരു കിരിയിരിപ്പുണ്ടായാലാ പറയടാ. ഗിരിയിരിപ്പ് വേണ്ട, അതല്ല ഞാൻ പറഞ്ഞത്. ആ. അവക്ക് വേണ്ടി റൂമിൽ എന്തെല്ലാം അറേഞ്ച്മെന്റ് ചെയ്തെന്നറിയാം. എന്തെല്ലാം ചെയ്ത്? സീരിയൽ സെറ്റ്, ബൾബ് നോക്കി, പിന്നെ ഫ്ലിക്കർ ലൈറ്റ് വിത്ത് സ്മോക്കർ. അപ്പൊ നിന്റെ ഉദ്ദേശം വൺ മാൻ ഷോ അല്ലായിരുന്നു.